ഇടുക്കിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവത്തിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിൽ. രാജകുമാരി നടുമറ്റം സ്വദേശിനി മറിയക്കുട്ടിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലാണ് കൊച്ചുമകൻ സൈബു തങ്കച്ചനും സുഹൃത്ത് അനില ജോസും പിടിയിലായത്. കേസിലെ പ്രതിയായ മറ്റൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇനി ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 16-നാണ് നടുമറ്റം പാലേക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30-ഓടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് 80 വയസ്സുകാരിയായ മറിയക്കുട്ടി മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുത്തു. അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും അപഹരിച്ചു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർകാടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടി. സരോജയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനായ പന്നിയാർകുട്ടി കൊല്ലിപ്പള്ളിയിൽ സൈബു തങ്കച്ചനിലേക്ക് അന്വേഷണം എത്തിയത്. മറിയക്കുട്ടിയുടെ മകളുടെ മകനാണ് പ്രതി. സൈബു തങ്കച്ചന് പുറമെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസ് പിടിയിലായി. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. സൈബുവാണ് മോഷണത്തിന് പിന്നിലെന്നറിഞ്ഞ നാട്ടുകാർ നടുക്കത്തിലാണ്. എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. വേറൊന്നും അറിയില്ല. ഇത്തവണ ബാംഗ്ലൂർ പോയായിരുന്നു. അവിടെ മകൻ്റെ കല്യാണമായിരുന്നേ. അതിന് അമ്മ 1 മാസം പോയി നിന്നേച്ച് വന്നു. അന്നേരം അവൻ വന്നായിരുന്നു. കൊച്ചുമോൻ ഇവിടെ വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നോ? സ്നേഹമൊക്കെയാ. ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പോയി. ഭയങ്കര വിഷമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു? മാനെ വെട്ടി ശവം കാണുമെന്നാണ് അറിഞ്ഞത്. 200 പ്രാവശ്യം അരിവായും കഴിച്ചാൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. മകള് വിളിച്ചു. മോതിരമൊക്കെ കൊണ്ടോട്ടെന്നാണ് അവള് പറഞ്ഞു. സഹോദരീ പുത്രൻ എന്ന പരിഗണന പ്രതി അർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ടോമി പറഞ്ഞു. പിന്നെ നാട്ടിൽ അവരിങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ നമ്മൾ ആ വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആണ് ഇവന് ഇതിന് പങ്കുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് അവർ പോയി പിടിക്കുകയും കൊണ്ടുവരുന്നതും. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കാരണമായിട്ട് 1 മാസം മുമ്പ് കൂടെ അവനുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ട അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ബിസിനസ് പണി കാണിക്കേണ്ട കാര്യമില്ല. ഇവനെയും അവിടെ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ മണർകാട് ആ ഭാഗങ്ങളൊക്കെ അവരെല്ലാം അവരൊന്നും കൊടുത്തൊക്കെയല്ലേ വന്നത്. അതൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഇനി കേസ് അങ്ങനെ പോട്ടെ. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.